നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൊഴിലാളി പാർട്ടിക്കാരല്ലേ മെയ് ദിനത്തിൽ ആശംസിക്കാതിരിക്കുന്നത് എങ്ങനെയാ? അങ്ങനെ ആശംസിക്കാൻ പോയി സോഷ്യൽ മീഡിയയിൽ വെട്ടുകൊണ്ട് കിടപ്പുണ്ട് രണ്ടുപേർ. വല്ല കാര്യവും ഉണ്ടായിരുന്നോ മുഖ്യമന്ത്രിക്കും മേയർക്കും? രണ്ടാൾക്കും ഓരോ ബോഞ്ച് വെള്ളം കൊടുക്കണം, ക്ഷീണം കാണും. ബെസ്റ്റ് ആൾക്കാർ തന്നെയാണ് തൊഴിലാളി ദിനം ആശംസിച്ചിരിക്കുന്നത്. ഒന്ന് കോർപ്പറേറ്റുകളുടെ കാല് നിൽക്കുന്ന മുഖ്യനും, രണ്ട് പാവപ്പെട്ടവന്റെ തൊഴിൽ കളഞ്ഞ ആര്യയും. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതേ രണ്ടു പേർക്കും ഓർമ്മയുള്ളൂ, ഇപ്പോൾ എയറിലാണ്. ഇന്ന് തൊഴിലാളി ദിനം. ബൂർഷ്വാ മുതലാളിക്ക് നല്ല നമസ്കാരമെന്ന് പിണറായിക്ക് ട്രോള്. തൊഴിലാളികളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുക, എന്നിട്ട് തൊഴിലാളി ദിനം ആശംസിക്കുക. പ്രത്യേകതരം ജീവിതം തന്നെയെന്ന് മേയർക്കും പൊങ്കാല. കിട്ടിയില്ല, രണ്ടാളും ചോദിച്ചു മേടിച്ചു. പോസ്റ്റ് മാത്രമല്ല, നെടുനീളത്തിലൊരു കുറിപ്പും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കുവച്ചിട്ടുണ്ട്. സംഭവം വൻ കോമഡിയാണ്, കേട്ടാൽ ആരും ചിരിച്ചു പോകും. ഇന്ന് മെയ് ദിനം. മുതലാളിത്ത വ്യവസ്ഥയിൽ അന്തർലീനമായ ചൂഷണവും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ നേരിടുന്ന അടിച്ചമർത്തലും ഇല്ലാതാക്കി തുല്യതയിൽ പടുത്തുയർത്തിയ ഒരു പുത്തൻ സാമൂഹിക ക്രമം സാധ്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഏതൊരു മെയ് ദിനവും. തൊഴിലവകാശങ്ങൾക്കായി ലോകമെങ്ങും അലയടിച്ചുയർന്ന സമരപ്രസ്ഥാനങ്ങളുടെ പ്രജ്വല സ്മരണ പുതുക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിവസം. ചൂഷണങ്ങൾക്കെതിരെ സംഘടിക്കാനും അവകാശ സമരങ്ങൾ നയിക്കാനുമുള്ള തൊഴിലാളി വർഗത്തിന്റെ പരിശ്രമങ്ങൾക്ക് നാനാവിധമായ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണിത്. വിപണി കേന്ദ്രിതമായ മത്സരം പ്രോത്സാഹിപ്പിക്കുന്ന നവലിബറൽ സാമ്പത്തിക നയങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. ഇതിനെതിരെ ജനകീയ മുന്നേറ്റങ്ങൾ ഉയരുമ്പോൾ വംശീയതയും മതവും പറഞ്ഞ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് തീവ്ര വലതുപക്ഷ ശക്തികൾ. ഈ വിഷലിപ്ത നീക്കങ്ങളെ തുറന്നു കാട്ടി പ്രതിരോധിച്ചുകൊണ്ട് ചൂഷണങ്ങൾക്കെതിരെ വിശാലമായ ഒരു ജനകീയ മുന്നണി രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. വിദ്വേഷ പ്രചരണത്തിനും അക്രമത്തിനും അടിച്ചമർത്തലുകൾക്കും അപ്പുറം അടിയുറച്ച വർഗബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സമര പ്രസ്ഥാനം ഉയർന്നു വരിക തന്നെ ചെയ്യും. ആ മുന്നേറ്റത്തിന്റെ പോരാട്ട വീറിൽ സമത്വത്തിലും സാഹോദര്യത്തിലും ഉയർന്ന ഒരു പുത്തൻ ലോകം യാഥാർത്ഥ്യമാകും. അതിനായി നാം ഒന്നിച്ചിറങ്ങേണ്ടതുണ്ട്. നല്ല നാളേക്കായുള്ള പോരാട്ടങ്ങൾക്ക് ഈ മെയ് ദിനം കരുത്തു പകരും. എല്ലാവർക്കും മെയ് ദിന ആശംസകൾ. ഇതായിരുന്നു മുഖ്യമന്ത്രി പങ്കുവെച്ച ആ കിഡ്നി ടച്ചിങ് ആശംസ. ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഈ പറയുന്ന ആൾ ആരാണെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. ആരാ ഇതൊക്കെ പറയുന്നത്? കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിച്ചിട്ട് വന്നിരുന്ന് തൊഴിലാളികൾക്ക് വേണ്ടി ഗീർവാണം വിടുന്നു. കരിമണൽ കർത്തയും ഫാരിസ് അബൂബക്കർമാരും പിണറായി ഭരണത്തിൽ തിന്നു കൊഴുക്കുന്നു. തൊഴിലാളി അന്നും ഇന്നും എന്നും തൊഴിലാളി തന്നെ. ഇതേ കോർപ്പറേറ്റുകളുടെ കാശ് വാങ്ങി കീശ വീർപ്പിച്ചിട്ട് പാവപ്പെട്ട തൊഴിലാളികളെ പറഞ്ഞു പറ്റിക്കുന്ന മറ്റൊരു പ്രസ്ഥാനമില്ല. തൊഴിലാളി പാർട്ടിയുടെ നേതാക്കളെല്ലാം വമ്പൻ മുതലാളിമാരാണ്. എങ്ങനെ ഇവർക്കൊക്കെ കോടാനുകോടികളുടെ സമ്പത്തുണ്ടായി? ഇന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഒരു തൊഴിലും ചെയ്യാത്ത താങ്കളെ പോലുള്ള രാഷ്ട്രീയക്കാരാണെന്ന് മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ പച്ചയ്ക്ക് കമന്റുണ്ട്. ഒരുത്തന്റെ പണി കളഞ്ഞിട്ട് മേയർ മുഷ്ടി ചുരുട്ടി വിളിക്കുന്നു, സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ. ഇതുപോലെ ഉളുപ്പില്ലാത്ത കൂട്ടരായി അധപ്പതിച്ചു പോയി മഹാരഥന്മാർ കെട്ടിപ്പടുത്ത CPM എന്ന പ്രസ്ഥാനം. തൊഴിലാളിയുടെ പേരും പറഞ്ഞ് ഇനി എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും CPMന്? കേരളം വെറുത്തുപോയൊരു പ്രസ്ഥാനമാണ് CPM. അതിന്റെ അലയൊലികൾ ഉടൻ തന്നെ ഉണ്ടാകും.